Hi everybody, എല്ലാവർക്കും മറ്റൊരു ലൈവ് ഓപ്ഷൻ ബൈ വീഡിയോയിലേക്ക് സ്വാഗതം. സോ കറന്റ് നിഫ്റ്റിയിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി 2100 CE കോൾ ഓപ്ഷൻ 300 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് 130.34 ആണ്. ആൻഡ് ഇപ്പോൾ കറൻ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. സോ ഈ ഒരു ട്രേഡിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 10 പോയിൻറ്റ്സ് ആണ്. ആൻഡ് 21 പോയിന്റ്സ് ആണ് ഇപ്പോൾ ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബട്ട് നമുക്ക് ഒരു 30 പോയിന്റ്സ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നമുക്കൊരു മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ട്രേഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ പൊസിഷൻ സൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു. ഓക്കെ, സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി ടാർഗറ്റും എല്ലാം കൂടുതൽ നമുക്ക് നോക്കേണ്ടി വരുന്നത്. ബട്ട് നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്ട്രൈക്ക് പ്രൈസ് നല്ലതായതുകൊണ്ട് മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമുക്ക് 1:3 ആ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഇന്നത്തെ ഒരു എൻട്രി ക്യാൻഡിൽ നോക്കുകയാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലാണ് 11:30 ക്യാൻഡിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. ഓക്കെ, സോ ഇന്നത്തെ ഒരു നമ്മുടെ അസംഷൻ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക്ഔട്ട്, ഈ നിഫ്റ്റിയുടെ ഈ ഒരു ഡേ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് അഗൈൻ 20,000 ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. സോ ആ ഒരു ലെവൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് അഗൈൻ ഇന്ന് ഒരു നല്ലൊരു ക്ലോസിങ് ഹയർ ലെവൽസിലേക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്തായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, സോ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് ഈ ഒരു ലെവൽ 19,850-875 ആ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു ഏരിയയിൽ ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടാണ്. സോ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ അതിന് അഗെയിൻ ആൻഡ് അഗെയിൻ ടെസ്റ്റിംഗ് ചെയ്താണ് പ്രൈസ് മൊമെൻറ്റം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാം. സോ ബേസിക്കലി പ്രൈസിന് കുറച്ച് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. പ്രൈസ് അഗെയിൻ ആ ഒരു ബ്രേക്ക്ഔട്ട് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് പോകും എന്നൊരു എക്സ്പെക്റ്റേഷനും നമുക്കുണ്ടായിരുന്നു. സോ ഇന്നലത്തെ ട്രേഡിംഗ് സെക്ഷൻസിൽ ആ ഒരു നല്ലൊരു ബ്രേക്ക്ഔട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടി. മാർക്കറ്റ് കുറച്ച് നേരം ഹോൾഡ് ചെയ്തു, അതിന് അഗെയിൻ ആ ഒരു നല്ല ബ്രേക്ക്ഔട്ട് കിട്ടി. സോ ഒരു ബ്രേക്ക്ഔട്ടിന് കൂടെ തന്നെ ആ ഒരു പൊസിഷൻ ആ ഒരു നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഹയർ ലെവൽസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ്. ബട്ട് ഇന്ന് ഒരു നല്ല ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ചെയ്തത്. നമുക്കൊരു ഇവിടുന്ന് ഓൾറെഡി പ്രൈസ് നല്ല രീതിയിൽ മൊമെൻറ്റം ചെയ്തു. നോക്കുകയാണെങ്കിൽ 820 റേഞ്ചിൽ നിന്ന് 920 ഏതാണ്ട് 100 പോയിന്റിൻ്റെ അടുത്ത് പ്രൈസ് ഇന്നലെ സിംഗിൾ ഡേയിൽ മൊമെൻറ്റം ചെയ്തു. അഗെയിൻ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ്, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. സോ ഈ ഒരു ഗ്യാപ്പ് അപ്പ് നമ്മൾ ഓൾറെഡി ഒരു സ്വിംഗ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. സോ ഈ സ്വിംഗ് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സ്വിംഗ് ആണ്. സോ ഈ ഒരു സ്വിംഗിന് ശേഷം വീണ്ടും കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം അത്ര എക്സ്പെക്റ്റഡ് അല്ല, അത് അത്ര ചെയ്യും, ഇനി അത് പോസിബിൾ അല്ല എത്ര ബുൾ മാർക്കറ്റ് ആണ്. കാരണം പിന്നെ എക്സെപ്ഷൻ ഡേയ്സ്, അതായത് നിഫ്റ്റി 1%, 2% അച്ചീവ് ചെയ്യുന്ന ആ ഒരു ദിവസങ്ങളിൽ മാത്രമാണ് കൂടുതൽ ഈ രീതിയിലുള്ള ഒരു കണ്ടിന്യൂസ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും പ്രൈസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടല്ലോ, സ്വിംഗ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹയർ ലോ ഫോർമേഷൻ ചെയ്ത് മൊമെൻറ്റം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ്. സോ അതുകൊണ്ട് നമ്മളിന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു ടൈം ബേസ്ഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ലൊരു പ്രൈസ് ഡ്രോപ്പ് വരാനായിട്ട്. സോ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കിട്ടിയത്. സോ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് കിട്ടിയത്. പ്രൈസ് ഒരു ആ ഓൾ ഔട്ട് ട്രെൻഡിൻ്റെ കുറച്ച് 30% അടുത്ത് റീട്രേസ്മെൻറ്റ് നൽകി. ദെൻ അഗെയിൻ ഇവിടുന്ന് പ്രൈസ് വി വാപ്പ് ലെവലിൽ നിന്ന് പ്രൈസ് മൊമെൻറ്റം ചെയ്തു. ദെൻ അഗെയിൻ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, ഈ ഒരു പർട്ടിക്കുലർ കണ്ട് വീണ്ടും ഒരു ബൈങ് സിഗ്നൽ നമുക്ക് നൽകി. സോ അഗെയിൻ ആ ഒരു പ്രൈസ് ബിൽഡപ്പോട് കൂടി വീണ്ടും ആ ഒരു ഇൻട്രാഡേ ഹൈ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സിക്യൂഷനാണ്. കാരണം ഓൾ ഔട്ട് ട്രെൻഡ് നമുക്കറിയാം പോസിറ്റീവാണ്. ഇന്നലത്തെ ക്ലോസിങ് വളരെ സ്ട്രോങ് ആയിട്ട് പോസിറ്റീവ് സൈഡിൽ തന്നെയാണ്. സോ ഇന്ന് ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റിൽ നിന്ന് ഒരു സൈഡ് വേസ് ആയിരിക്കും എന്നുള്ളതാണ് എക്സ്പെക്ടേഷൻ. ബട്ട് സൈഡ് വേസ് ബൈ ഓൺ ടിപ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ലെവലിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു സ്ട്രാറ്റജി. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ആ ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൽ തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. സോ ഇനി ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഒരു കാര്യം. സോ ഓൾമോസ്റ്റ് 2 hours ആയി നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട്.
സോ ഈ ഒരു ട്രേഡിൽ ലൂസ് വന്നാൽ നമുക്കൊരു സീറോ ലൂസും അതുപോലെ പ്രോഫിറ്റ് വരാണെങ്കിൽ 8,000 to 10,000 ആ അടുത്ത് പ്രോഫിറ്റ് വരും. സോ നമുക്ക് ആദ്യം നമ്മൾ എടുത്തത് 300 ക്വാണ്ടിറ്റി ആണ്. 10 പോയിന്റ്സ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ്. ദെൻ അഗെയിൻ ഒരു 10 പോയിന്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നു. അഗെയിൻ ഡിപ്പ് വന്നപ്പോൾ വീണ്ടും നമ്മളൊരു 100 ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്തു. സോ അഗെയിൻ നമുക്കൊരു 12-13 പോയിന്റ്സ് കിട്ടി. അഗെയിൻ മാർക്കറ്റ് കുറച്ച് സൈഡ് വൈസ് ആയപ്പോൾ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനൊന്ന് ട്രെയിൽ ചെയ്തു. സോ ഇനിയും അങ്ങനെ നമ്മൾ നമ്മുടെ ആ ഒരു റിസ്കിനെ മാനേജ് ചെയ്തു. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇന്നത്തെ ഒരു പ്രൈസ് സ്ട്രക്ചർ വെച്ച് നമുക്കൊരു ട്രൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. സോ ഫസ്റ്റ് ട്രേഡ് നമ്മൾ എക്സിറ്റ് ആയി. സെക്കൻഡ് ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ട്രേഡ് ആക്ച്വലി ഒരു ഈ ഒരു ഡ്രോപ്പ് വന്നപ്പോൾ മേ ബി ഈ ഒരു ട്രേഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഈ ഒരു ഡ്രോപ്പ് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ചാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഡോജി ആണെങ്കിലും ഇത് ഫുൾ ബാർ ആകുമ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ബട്ട് ആ ഒരു ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ഡോജി ആയിട്ട് ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ എഗെയിൻ ഒരു ബൈങ് സിനാരിയോ എക്സ്പെക്ട് ചെയ്തതാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട്. സോ അപ്പോൾ തന്നെ നമ്മൾ അടുത്തൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു. സോ ആ ഒരു ട്രേഡിൽ കറൻ്റ്ലി 9 പോയിന്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. സോ 7 പോയിന്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. അഗെയിൻ നമ്മൾ 21 പോയിന്റ്സിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ടേഷൻ ചെയ്യുന്നു. അതിന് ആ ഒരു 21 പോയിന്റ്സ് മൊമെൻറ്റം നോക്കിയിട്ട് മേ ബി അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. കാരണം 20,500 ലെവൽ ബ്രേക്ക് ഔട്ട് നൽകി. അപ്പോൾ ഒരുപാട് നേരത്തെ ഒരു വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ക്യാൻഡിലോട് കൂടിയാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. സോ അഗെയിൻ നല്ലൊരു മൊമെൻറ്റം ഇവിടെ വരും എന്നുള്ളതാണ് ഒരു എക്സ്പെക്ടേഷൻ. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ. സോ രണ്ടാമത്തെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. സോ ടോട്ടൽ 8,500 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പോലെ തന്നെ. സോ അടുത്തൊരു വീഡിയോ കാണാം. സോ അതുവരെ എല്ലാവർക്കും ബൈ.